ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തൊഴിൽ ശേഷി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വൻ മുന്നേറ്റം. 2045ഓടെ രാജ്യത്തെ തൊഴിൽ ശേഷിയിലേക്ക് ഏകദേശം 18 കോടി ജനങ്ങൾ കൂടി എത്തുമെന്ന് പ്രവചനം. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകും. നിലവിൽ ഇന്ത്യയിൽ 96 കോടി ജനങ്ങളാണ് തൊഴിലെടുക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഇന്ത്യയിലെ ജോലി ചെയ്യുന്നവർ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഉയരുകയാണ്. ഇത് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്ന് ആഗോള നിക്ഷേപ സ്ഥാപനമായ ജെഫ്രീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട്. ജനസംഖ്യയോടൊപ്പം തൊഴിൽ ശക്തിയുടെ വികാസത്തിനുള്ള ഒരു പ്രധാന പ്രേരക ശക്തിയാണിത്. 2030ഓടെ തൊഴിൽ ശക്തിയിലേക്കുള്ള പുതിയ കൂട്ടിച്ചേർക്കൽ 60 ലക്ഷമായി കുറഞ്ഞേക്കും. ഈ വിടവ് നികത്തപ്പെട്ടേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നഗരപ്രദേശങ്ങളിൽ 15 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ട്. 2023 ഏപ്രിൽ-ജൂൺ കാലയളവിൽ 48.8% നിന്ന് ഈ വർഷം ഏപ്രിൽ-ജൂൺ മാസങ്ങളിൽ 50.1%മായാണ് വർദ്ധിച്ചതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഓഗസ്റ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. നഗരപ്രദേശങ്ങളിൽ 15 വയസ്സും അതിൽ കൂടുതലുമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തവും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ-ജൂൺ കാലയളവിലെ 23.2%-ൽ നിന്ന് ഈ വർഷം ഏപ്രിൽ-ജൂൺ കാലയളവിൽ 25.2%-മായാണ് ഉയർന്നിരിക്കുന്നത്.